ഫ്രണ്ട്സ് അങ്ങനെ ജി ഡി എസിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ഡേറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ വെബ്സൈറ്റ് ഒക്കെ ഇതാ ഓപ്പൺ ആയിട്ടുണ്ട്. പുതിയ വെബ്സൈറ്റ് ആണ് കേട്ടോ, പഴയ വെബ്സൈറ്റ് അല്ല. പഴയ വെബ്സൈറ്റ് നമ്മുടെ സ്ക്രീനിൽ കാണിക്കുക. ഇതാണ് പഴയ ജി ഡി എസിൻ്റെ 2025 ജനുവരിയിൽ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത വെബ്സൈറ്റ് ഇതായിരുന്നു, അല്ലെങ്കിൽ 2024 ഉള്ള വെബ്സൈറ്റ് ഇതായിരുന്നു. ഇപ്പം ഈ വെബ്സൈറ്റ് മാറ്റി ഇതിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടോ, അവിടെ രജിസ്ട്രേഷൻ ഫോർ ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ 1 എന്നിട്ട് ഇവിടെ കാണാൻ ജനുവരി 2020 ലൈവ് എന്ന് പറഞ്ഞിട്ട് ഈ വെബ്സൈറ്റിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന കൊടുത്താൽ നമ്മൾ ഈ വെബ്സൈറ്റിലെത്തും, പുതിയ വെബ്സൈറ്റിലെത്തും. അപ്പോൾ ഈ പുതിയ വെബ്സൈറ്റിൻ്റെ ഡയറക്റ്റ് ലിങ്കൊക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കാര്യങ്ങളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം സെലക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോസ് എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, നിങ്ങൾക്കതാ ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ കാണാം ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് 28,700+ വാക്കൻസികൾ പറഞ്ഞിട്ട്. ഇതാണ് തമ്പനയിൽ നോക്കിയാൽ മതി നിങ്ങൾ. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ, കാരണം അരമണിക്കൂറിൻ്റെ മുകളിൽ എന്താണ് ഡ്യൂറേഷൻ വരുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഓൾമോസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഫുൾ A+ ഉള്ളവർക്ക് കിട്ടുമോ, അത് ബാക്കിയുള്ള ഫുൾ A+ ഇല്ലാത്തവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ, അതുപോലെ അത് പെർമനൻറ്റ് വേക്കൻസി ആണോ, റെമ്യൂണറേഷൻ എത്രയാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. ഞാനിവിടെ ഐ ബട്ടണിലും തരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ആണ്, അതായത് രജിസ്റ്റർ ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ട്, താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ചെയ്ത് തരും. നമുക്ക് അതിൻ്റേതായിട്ടുള്ള കണ്ടീഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആ ഒരു ഘട്ടങ്ങളിലേക്ക് വരാം. അതിന് മുൻപ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഇത് നമ്മൾ ഇന്നലെ വീഡിയോൻ്റെ സമയത്ത് പറഞ്ഞ ഡേറ്റ് കാര്യങ്ങളാണെങ്കിലും വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ജസ്റ്റ് 10ാം ക്ലാസ് മതി കേട്ടോ. ഓക്കെ, നമ്മുടെ കേരളത്തിലേക്ക് വിവിധ ഏരിയയിൽ നമുക്ക് വേക്കൻസികളുണ്ട്. ഇത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടൊക്കെ രീതിയിൽ നമുക്ക് നോക്കാവുന്നതാണ് വേക്കൻസി. അപ്പോൾ വേക്കൻസി ഒക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നിൽക്കുകയാണ് യൂസർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 31 ജനുവരി, അത് ഞാൻ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 31 ജനുവരി ആണ്. അപ്പോൾ ഇതിൻ്റെ എൻഡ് ഡേറ്റ് വരുന്നത് 14 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, ഇത് യൂസർ രജിസ്ട്രേഷൻ ആണ്. അതാ നമ്മൾ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ ടൈം ഡ്യൂറേഷൻ നമുക്ക് തന്നിരിക്കുന്ന ടൈം ഡ്യൂറേഷൻ ആണിത്. ഇനി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ലോഗിൻ ചെയ്യാൻ പറ്റുക 2 ഫെബ്രുവരി മുതൽ നിങ്ങൾക്ക് 16 ഫെബ്രുവരി വരെയാണ്. ഈ 2 ഫെബ്രുവരി മുതൽ 16 ഫെബ്രുവരിൻ്റെ ഉള്ളിൽ നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ അപ്ലൈ ചെയ്യണം. അതിനുള്ള ഡേറ്റ് ആണ് എന്ത്, ഓൺലൈൻ അപേക്ഷയുടെ ഡേറ്റ് ആണ് ഈ പറയുന്ന 2 ഫെബ്രുവരി മുതൽ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് ഇതിലൊരു അക്കൗണ്ട് പുതിയ വെബ് പോർട്ടലിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ അപ്ലൈ ചെയ്യലാണ്. അത് 2 ഫെബ്രുവരി മുതൽ 16 ഫെബ്രുവരിയാണ് ആക്റ്റീവ് ആയിരിക്കുക. ആ സമയങ്ങളിലാണ് നമ്മൾ കയറിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഡേറ്റോടെ എഡിറ്റ് ഓർ കറക്ഷൻ വിൻഡോ ആണ്. നമ്മുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഫെബ്രുവരി 18 മുതൽ നിങ്ങൾക്ക് ഫെബ്രുവരി 19 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എന്താ പറയുക, നമുക്ക് ഡേറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, കാരണം നമ്മുടെ ഈ പറയുന്ന നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന ഏരിയ ചിലപ്പം വേരിയേഷൻ വരാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലിവിടെ വേക്കൻറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് സർക്കിൾ ഓർ ഡിവിഷൻ എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏത് സർക്കിൾ, അപ്പോൾ കേരള സർക്കിൾ, അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏതെങ്കിലും ഒരു സർക്കിളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കേരള സർക്കിൾ എന്ന് കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ഡിവിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡിവിഷനിൽ വിവിധ പോസ്റ്റ് ഓഫീസുകൾ ഉണ്ടാകാം. അതിലേക്കൊക്കെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കാലിക്കറ്റാണ് എടുക്കുക, കാലിക്കറ്റ് ഡിവിഷൻ എടുക്കുന്നു. അപ്പോൾ കാലിക്കറ്റ് ഡിവിഷനിൽ വന്നിരിക്കുന്ന വേക്കൻസിയിലൂടെ കാണാം, അതായത് ഓഫീസ് നെയിം നമ്മുടെ വീടിൻ്റെ സമീപത്താണോ നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അവിടുത്തെ പ്രദേശത്തിൻ്റെ പേര് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ചെലവൂര്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോന്നും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച്, അതായത് ഈ പറയുന്ന സബ് ഓഫീസാണോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതൊക്കെ അതിലുണ്ടാവും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. പഠനനിലം എല്ലാം ഞാൻ ജസ്റ്റ് റീഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാണാൻ കോഴിക്കോടുള്ള വിവിധ പ്രദേശങ്ങളെ ലിസ്റ്റ് ഇതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ട വേക്കൻസി വെച്ചാൽ, ഇവിടെ ഫസ്റ്റ് കോളത്തിൽ സീരിയൽ നമ്പർ ആണ്, മറ്റേത് പോസ്റ്റ് ID ആണ്. ഓരോ പോസ്റ്റിൻ്റെ ഒരു ID നമ്പർ ഉണ്ടായിരിക്കും. ഇത് ഓഫീസ് നെയിം ആണ് തേർഡ് കോളം വരുന്നത്. മൂന്നാമത്തത് പോസ്റ്റ് കാറ്റഗറി, നമ്മൾ ഏത് പോസ്റ്റ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ BP എന്നുള്ളത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണ്. പിന്നെ ദക്സേവക് എന്നുള്ളത് മറ്റേ കാറ്റഗറി പോസ്റ്റ്. പിന്നെ ABPM എന്നുള്ള അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ. അപ്പോൾ ഈ 3 പോസ്റ്റിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോയിൽ, ഇന്നലെ ചെയ്ത വീഡിയോയിൽ അതൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും.
അപ്പോൾ ഈ ഒരു അഞ്ചാമത്തെ കോളത്തിൽ നിങ്ങൾക്ക് TRC നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഈ TRC എന്ന് പറയുന്നത് ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ ടൈമിനനുസരിച്ച് നമുക്കിത് കൂട്ടാൻ പറ്റും. അപ്പോൾ മിനിമം നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ്, മന്ത്ലി കിട്ടുന്ന എമൗണ്ട് ആണ് പോസ്റ്റ് വൈസ്. പിന്നെ കാറ്റഗറി ഏത് കാറ്റഗറിക്കാണ് ഇവിടെ വേക്കൻസി, ജനറൽ ആണോ, EWS ആണോ, SC/ST ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിൽ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേണ്ട ലോക്കൽ ലാംഗ്വേജ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ലാംഗ്വേജ് ഏതാണ്, നമുക്ക് അറിയേണ്ട ലാംഗ്വേജ് ഏതാണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒക്കെ നമുക്ക് കേരള ആണെങ്കിൽ കേരളം, ലക്ഷദ്വീപ്, മാഹിക്കാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന മലയാളമാണ് അറിയേണ്ടത്. പിന്നെ അവിടുത്തെ പിൻകോഡ്, പോസ്റ്റൽ പിൻകോഡാണ് ഈ ലാസ്റ്റ് കോളത്തിൽ കൊടുത്തത്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് എവിടേക്ക് കൊടുക്കാം എന്ന് നിങ്ങൾ തീരുമാനിച്ച് ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കാം. എന്നിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ആദ്യം കൊടുക്കുക, പിന്നെ വേണ്ട അങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമ്മളിതിൻ്റെ ഹോം പേജിലേക്ക് തന്നെ വരാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോം പേജിൽ വന്നാൽ അവിടെ കാണാം നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ ഓർ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് റെഡ് ബട്ടൺ കാണാം. അതിലാണ് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പം നിലവിൽ ഇതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ഇവിടെ താഴെ കൊടുത്തും കാണാം ലോഗിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫെബ്രുവരി 2 ആകണം. ഫെബ്രുവരി 2 ശേഷമാണ് നമുക്ക് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിലവിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ന്യൂ കാൻഡിഡേറ്റ്സ് രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും കൊടുക്കണം, നിങ്ങളുടെ മെയിൽ ID കൊടുക്കണം, എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇത് കൊടുത്തിട്ട് ഞാൻ നെക്സ്റ്റ് അടിച്ച് കാണിക്കാം. ഇപ്പം ഞാൻ എൻ്റെ മൊബൈൽ നമ്പറും മെയിൽ ID ഇവിടെ കൊടുത്തു. എന്നതിന് ശേഷം നമ്മൾ സെൻഡ് OTP എന്ന് കൊടുക്കുക. രണ്ടും സെൻഡ് OTP കൊടുക്കണം. എന്നതിന് ശേഷം നമ്മുടെ മൊബൈലിലേക്കും മെയിലിലേക്കും OTP വരും. അത് നമ്മളിവിടെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മെയിലിലേക്കും മൊബൈലിലേക്കും വന്ന OTP അടിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് അടിക്കും. അതിനുശേഷം ഞാൻ OTP ഇവിടെ കൊടുത്തു, അത് വെരിഫൈ ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ വെരിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഗ്രീൻ ടിക്ക് 2 വരും, വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഇവിടെ നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങളുടെ പേര്, അപേക്ഷകൻ്റെ പേര്, ആരാണോ അപേക്ഷ നൽകുന്നത് അയാളുടെ പേരാണ്. അതൊക്കെ നമ്മുടെ SSLC ബുക്കിൽ എങ്ങനെയാണോ പേര് അതേപോലെ കൊടുക്കണം കേട്ടോ. അതിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒന്നും വരാൻ പാടില്ല. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേരിൻ്റെ അപ്പുറം ഇനിഷ്യൽ ഉണ്ട്, ഇനിഷ്യലോടെ കൂടി കൊടുക്കണം. ഇനിഷ്യൽ ഇല്ലെങ്കിൽ ഇനിഷ്യൽ ഇല്ലാതെ കൊടുക്കുക. SSLC ബുക്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് അതേപോലെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് SSLC ബുക്കിൽ എങ്ങനെയാണോ അതുപോലെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ജെൻഡർ, മെയിൽ ഫീമെയിൽ ഏതാഴ്ച നിങ്ങൾ അതനുസരിച്ച് കൊടുക്കണം. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് എങ്ങനെയാണോ നിങ്ങളുടെ SSLC ബുക്കിൽ അതുപോലെ നിങ്ങൾ കൊടുക്കുക. മദറിൻ്റെ പേര് എങ്ങനെയാണോ നിങ്ങളുടെ SSLC ബുക്കിൽ അതുപോലെ കൊടുക്കുക. കമ്മ്യൂണിറ്റി എന്താണോ നിങ്ങളുടെ SSLC ബുക്കിൽ കാണിച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങൾ കൊടുക്കണം. ഓക്കെ, എന്നതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് എന്ന് കൊടുക്കുക. ഞാനത് ഡീറ്റെയിൽസ് കൊടുത്ത് കംപ്ലീറ്റ് എന്ന് കൊടുത്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തു, ഇവിടെ കംപ്ലീറ്റ് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടോ. അപ്പോൾ നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ്, രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്നവിടെ പോപ്പപ്പ് മെസ്സേജ് ഇങ്ങനെ കാണിക്കും. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കാണിക്കും. ഇത് നമ്മൾ എഴുതി വെക്കണം, ഇത് നമുക്ക് പിന്നീട് ആവശ്യം വരും കേട്ടോ. നമ്പർ എവിടെയെങ്കിലും എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നല്ല നമ്മൾ എഴുതി വെക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലോഗിൻ ടൈം ആയാലും, ലോഗിൻ ടൈം എന്നാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് നമുക്ക് ഫെബ്രുവരി 2 മുതലാണ്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന ഡേ എന്ന് പറയുന്നത് ജനുവരി 31. അപ്പോൾ നിങ്ങൾക്ക് ഫെബ്രുവരി 2 ആയി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ അപ്ലൈ ചെയ്യാൻ, ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ആപ്ലിക്കേഷൻ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് 2 ഫെബ്രുവരി ആകുന്ന സമയത്ത് മുതലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി അപേക്ഷ നിങ്ങളുടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇപ്പോൾ രജിസ്ട്രേഷൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ഫെബ്രുവരി 2 വരെ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഇതിന് മാത്രമായിട്ട് വെബ്സൈറ്റിൽ കയറി അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് ഫെബ്രുവരി 2 മുതൽ രജിസ്ട്രേഷൻ ചെയ്യുക, പ്ലസ് അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാം, ബാക്കി അതിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഫെബ്രുവരി 2 ആയാലും നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ കംപ്ലീറ്റ് ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ വീഡിയോ നിങ്ങൾ കാണുക, നോട്ടിഫിക്കേഷൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട സമയത്ത് ജോയിൻ ബട്ടൺ ഉണ്ട്, ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിൽക്കണോ ഹെവി വെഹിക്കിൾ ഫാക്ടറി, ചെന്നൈയിലുള്ള വേക്കൻസി, അതുപോലെ വർക്ക് ഫ്രം ഹോം ജോബ്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വിവിധ വേക്കൻസിയുടെ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെമ്പേഴ്സ് ഓൺലി ചെയ്യുന്നുണ്ട്. അത്തരം വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കുക. താങ്ക് യു.